നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത സ്ഥിതിക്ക് നിങ്ങളെ പറ്റിയ ഒരു വലിയ കാര്യം ഞാൻ ഗസ് ചെയ്യാം. നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ബട്ട് നിങ്ങൾ ഫുൾ ടൈം ഫോണിൽ കളിച്ചിരിക്കാം, സോഷ്യൽ മീഡിയയിൽ ടൈം വേസ്റ്റ് ചെയ്യാം. നിങ്ങൾ വളരെ അംബിഷ്യസ് ആണ്, ബട്ട് വളരെ വലിയൊരു ലേസിയാണ്. നിങ്ങൾക്കൊരു ഫെരാരി കാർ തന്നിട്ട് ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഓടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതേപോലെ നിങ്ങൾ കുറെ പ്രൊഡക്റ്റീവ് വീഡിയോസ് കാണുന്നുണ്ടാവാം, കോഴ്സുകൾ എടുക്കുന്നുണ്ടാവാം, വലിയ പ്ലാനുകളൊക്കെ ഉണ്ടാവും. ബട്ട് ശരിക്കും പണിയെടുക്കേണ്ട സമയം വരുമ്പോൾ പിന്നെ നിങ്ങൾ നേരെ പോയിട്ട് ഫോൺ എടുക്കും ആൻഡ് പിന്നീട് അതോർത്ത് വിഷമിക്കുകയും ചെയ്യും, റിഗ്രറ്റ് അടിച്ചിരിക്കും. സോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശരിക്കും ആക്ഷൻ എടുക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു ലേസി ആയിട്ടുള്ള വ്യക്തിയല്ല, പകരം സ്കാർഡാണ്. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പേടിയാണ് ആൻഡ് ദാറ്റ് കംപ്ലീറ്റ്ലി നോർമൽ. നിങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ വലുതാകുമ്പോൾ എന്താവണം ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ നിങ്ങൾ പറയും, എനിക്കൊരു പൈലറ്റ് ആവണം, പ്രസിഡന്റ് ആവണം, സിംഗർ ആവണം, നടനാവണം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊരു പേടിയും കൂടാതെ വിളിച്ചു പറയും വിത്ത് ഫുൾ കോൺഫിഡൻസ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കറിയാം അതത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന്. പല ആളുകളും തോറ്റുപോകുന്നത് നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യോ എന്ന് സ്മാർട്ട് ആവാൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങളെ പ്ലാനിങ് മോഡിലേക്ക് വിടും. നിങ്ങൾ നിങ്ങളുടെ ഗോൾസിനെ പറ്റി ചിന്തിക്കും, കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, ബട്ട് ആക്ഷൻ എടുക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഫെയിൽ ആവുകയുമില്ല. എപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന്. ബട്ട് ദർ ഇസ് ദ ട്രൂത്ത്, എവരിവൺ സ്റ്റാർട്ട് ട്രബിൾ. നിങ്ങളിപ്പോൾ ആരാധിക്കുന്ന ഓരോ ആളുകളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിൽ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇറ്റ്സ് ഓക്കെ ടു സ്റ്റാർട്ട്. നിങ്ങളുടെ പെർഫെക്റ്റ് മോർണിംഗ് റൂട്ടീൻ, പെർഫെക്റ്റ് വർക്ക് സ്പേസ്, പെർഫെക്റ്റ് ടൈം ഇതൊക്കെ അങ്ങോട്ട് മറക്കുക. ഒരു ചെറിയ ടാസ്ക് എടുക്കുക, ചെയ്യുക. ഒരു ബുക്ക് എഴുതാൻ പ്ലാൻ ഉണ്ടോ എങ്കിൽ ആദ്യം അതിൻ്റെ ഒരു സെന്റൻസ് ചെയ്ത് തുടങ്ങുക. ഫിസിക്കലി ഫിറ്റ് ആവാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഡെയിലി ഒരു 5 പുഷപ്പെങ്കിലും എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. സീരിയസ്ലി എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കുക എന്നതല്ല ഗോൾ. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യലാണ് ഗോൾ. ബിക്കോസ് വൺസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൊമെന്റം ബിൽഡ് ആവും. സോ ജസ്റ്റ് സ്റ്റാർട്ട്. പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും കംപ്ലീറ്റ്ലി റെഡി ആയിട്ട് ഫീൽ ചെയ്യുകയില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഫുൾ ഇൻഫർമേഷൻ കിട്ടുകയുമില്ല. നിങ്ങൾ ഒരിക്കലും എല്ലാ റിസ്കുകളും കളയാനും പറ്റില്ല. നിങ്ങൾക്ക് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിങ്ങളിലെ അത് നിങ്ങളുടെ ആക്ഷന്റെ അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. പ്ലാനിംഗ് കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഓരോ ദിവസവും നിങ്ങളുടെ ഫ്യൂച്ചർ വേർഷൻ നിങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് യുവർ ലൈഫ് ഹാപ്പനിങ് റൈറ്റ് നൗ. സോ നിങ്ങൾക്കൊരു ചലഞ്ചസ് തരാം. ഇനി മറ്റൊരു വീഡിയോ കാണുന്നതിന് മുമ്പ്, മറ്റൊരു സോഷ്യൽ മീഡിയ ആപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പിന്നത്തേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം എടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റിനുള്ളിൽ അത് ചെയ്തു തീർക്കുക. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ. കൂടുതൽ ആലോചിക്കേണ്ട. ജസ്റ്റ് സ്റ്റാർട്ട്. ഫ്യൂച്ചർ സെൽഫ് ഈസ് കൗണ്ടിങ് ഓൺ യു ആൻഡ് ഫസ്റ്റ് മീ.